നമസ്കാരം. ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടാരോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ആ ഒരു വ്യക്തി അത് നിങ്ങളിലേക്ക് തിരികെ വരുമോ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ അതിനെ വിട്ടുകളയുക. നിങ്ങളുടെ ആ വ്യക്തി ഇപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. വളരെ സമാധാനപരവും ക്ഷമയും പ്രതീക്ഷയും മുൻനിർത്തി പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറാകണമെന്നാണ് ഇവിടെ പറയാനുള്ളത്. കാർഡ്സ് കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അവർക്ക് എന്ത് പ്രശ്നങ്ങളാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കുറേയധികം റെസ്പോൺസിബിലിറ്റീസും ഫാമിലി പരമായിട്ടും ജോലിപരമായിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് കുറച്ച് എല്ലാം കൂടെ ഉള്ളിൽ ഒരു സംഘടനം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് വരുന്നില്ല. അതിനുള്ള ഒരു സമയമല്ല എന്നിപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ റീയൂണിയന് താമസം വരുന്നത്. പക്ഷേ ഇത് യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു നല്ല സോൾ കണക്ഷൻ ഉള്ള വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും പരസ്പരമുള്ള ഒരു നല്ല ബോണ്ടിങ്ങും ഒക്കെ ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറേ ഇമോഷണൽ ബാലൻസ്ഡ് ആവാനുണ്ട് എന്ന് കാണിക്കുന്നു. കാഴ്ച നിങ്ങൾ വളരെ യുക്തിപൂർവ്വം ഒക്കെ തീരുമാനങ്ങളെടുത്ത് നിങ്ങളെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കണം. പക്ഷേ ഒരു ബൗണ്ടറീസ് വയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്താണ് ഈ ബന്ധം മുന്നോട്ട് പോവുക എന്ന് പറയുന്നു. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാഴ്ച ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ വയ്ക്കാവുന്ന കാർഡ്സാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ വരുന്നത് തന്നെയാണ്. അതിന് കുറച്ച് സമയം എടുക്കും എന്നാണ് കാണിക്കുന്നത്. ഇമോഷണലി ഉള്ള ഒരു ബാലൻസ്ഡ് ആയിട്ട് അത് തിരികെ വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ഈ റീഡിങ്ങിൽ പറയുന്നത് നമുക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ. നിങ്ങൾ ഇമോഷണലി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആവണം. എടുത്തു ചാടി ഒന്നും സംസാരിക്കരുത്. വളരെ കാമായിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.